Good morning everyone. Welcome to another video of business research methods. Today in this video I would like to explain about the meaning and definition of business research, then scope of business research and the role of business research in decision making. Okay, then first one is what is business research? ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് റിസർച്ച് എന്നും അതിൻ്റെ മീനിങ്, ഡെഫിനിഷൻ, ഫീച്ചേഴ്സ് ഓഫ് റിസർച്ച് ആണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ബിസിനസ് റിസർച്ച് എന്താണെന്നും ബിസിനസ് റിസർച്ചിൻ്റെ മീനിങ്, ഡെഫിനിഷൻ, അതോടൊപ്പം തന്നെ ബിസിനസ് റിസർച്ച് ഏതൊക്കെ ഏരിയയിലാണ് അപ്ലൈ ചെയ്യുന്നത്, ദാറ്റ് ഈസ് ദി സ്കോപ്പ് ഓഫ് ബിസിനസ് റിസർച്ചും, ദെൻ ഒരു ബിസിനസ് റിസർച്ചിൻ്റെ റോൾ എന്താണ് ഡിസിഷൻ മേക്കിങ്ങിൽ, അതായത് ബിസിനസ് ഡിസിഷൻ മേക്കിങ്ങിൽ ബിസിനസ് റിസർച്ചിൻ്റെ റോൾ എന്താണെന്നുള്ളതും ഇത്രയും കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ഫസ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് ബിസിനസ് റിസർച്ച്. എന്താണ് ബിസിനസ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ബിസിനസ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബിസിനസ്സിലുണ്ടാവുന്ന ഇഷ്യൂസ്, അതായത് ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് പ്രോബ്ലംസ് റൈസ് ചെയ്യും, ഒരുപാട് ഇഷ്യൂസ് റൈസ് ചെയ്യും. അപ്പോൾ ഈ പ്രോബ്ലംസിനൊക്കെ സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് റിസർച്ചിൻ്റെ മെത്തേഡ്സ് അല്ലെങ്കിൽ റിസർച്ചിൻ്റെ ടെക്നിക്സ്, പ്രിൻസിപ്പിൾസൊക്കെ, തിയറീസൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ആ ബിസിനസ് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് റിസർച്ചിൻ്റെ മെത്തേഡ്സും ടെക്നിക്സും അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ബിസിനസ് റിസർച്ച് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ദി ആപ്ലിക്കേഷൻ ഓഫ് റിസർച്ച് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഇൻ ബിസിനസ് ടു ഫൈൻഡ് ഔട്ട് സൊല്യൂഷൻ റിലേറ്റഡ് ടു ബിസിനസ് പ്രോബ്ലംസ്. It refers to systematic collection and analysis of data with the purpose of finding answers to problems facing by the management. That is, simply research means it is the systematic collection and analysis of data. അപ്പോൾ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് കളക്ഷൻ ആൻഡ് അനലൈസിസ് ഓഫ് ഡാറ്റയാണ്. അപ്പോൾ ഡാറ്റേനെ നമ്മൾ എന്ത് ചെയ്യാണ്, സിസ്റ്റമാറ്റിക് ആയിട്ട് കളക്ട് ചെയ്യുക. സിസ്റ്റമാറ്റിക് കളക്ഷൻ എന്ന് പറയുമ്പോൾ പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട്, അതായത് മുൻകൂട്ടി നമ്മൾ പ്രീ പ്ലാൻ ചെയ്തിട്ട് ഒരു പ്രത്യേക ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഡാറ്റ കളക്ഷൻ നടത്തിയിട്ട് അതിനുശേഷം ഈ ഡാറ്റേനെ നമ്മൾ അനലൈസ് ചെയ്യാണ് വിത്ത് ദി പർപ്പസ് ഓഫ് ഫൈൻഡിങ് ആൻസേഴ്സ് ടു പ്രോബ്ലംസ് ഫേസിങ് ബൈ ദി മാനേജ്മെൻറ്റ്. ദാറ്റ് ഈസ് അതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ്, ഒരു ബിസിനസ്സിൽ മാനേജ്മെൻറ്റ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട്, അതിന് ആൻസർ കാണാൻ വേണ്ടിയിട്ട്, അതിന് ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ അല്ലെങ്കിൽ ആ പ്രോബ്ലത്തിന് ആൻസേഴ്സ് കാണുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത് അതിനെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ബിസിനസ് റിസർച്ച് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബിസിനസ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെയിനായിട്ട് അപ്ലൈ ചെയ്യുന്നത് ബിസിനസ്സിലുണ്ടാവുന്ന എല്ലാ ഇഷ്യൂസിനും സൊല്യൂഷൻ കാണുക എന്നുള്ളതാണ്. അപ്പോൾ ബിസിനസ് റിസർച്ചിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ദി മെയിൻ എയിം ഓർ ഒബ്ജക്റ്റീവ് ഓഫ് ബിസിനസ് റിസർച്ച് is to help the management to take business decisions. ഓക്കെ, അപ്പോൾ ബിസിനസ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് എന്തിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്, ബിസിനസ് റിസർച്ചിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ബിസിനസ് റിസർച്ച് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് gathering information for aid in making business decisions and development of business standards and process. അപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ബിസിനസ് ഡിസിഷൻസ് എടുക്കാനും അതോടൊപ്പം തന്നെ ബിസിനസ് സ്റ്റാൻഡേർഡ്സ് ഫോം ചെയ്യാനും അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ പ്രോസസ്സുകൾ, ഡിഫറെൻറ്റ് പ്രോസസ്സ് ഫോം ചെയ്യാനും സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യാൻ, ബിസിനസ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലൂടെ ഇൻഫോർമേഷൻ കളക്ട് ചെയ്തിട്ട് ആ ഇൻഫോർമേഷൻ നന്നായി അനലൈസ് ചെയ്ത് സ്റ്റഡി ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ട് അതത് മാനേജ്മെൻറ്റിന് അല്ലെങ്കിൽ അതത് മാനേജ്മെൻറ്റ് ഹെഡിന് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ റിസർച്ചിൻ്റെ ഫങ്ഷൻ. ഏതിൽ, ബിസിനസ് റിസർച്ചിൽ. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും, ബിസിനസ് ഡിസിഷൻസ് എടുക്കും. സോ അതാണ് ബിസിനസ് റിസർച്ച് ഇൻ റിസർച്ച് ഇൻ ബിസിനസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദി മെയിൻ പർപ്പസ് ഓഫ് ബിസിനസ് റിസർച്ച് ഈസ് ടു ടേക്ക്, that is the main purpose of business research
is to help the management to take business decisions. ഇനി ബിസിനസ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിലുണ്ടാവുന്ന ഇഷ്യൂസിന് സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് റിസർച്ചിൻ്റെ മെത്തേഡ്സും ടെക്നിക്സും അപ്ലൈ ചെയ്യുന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ബിസിനസ് റിസർച്ച് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്, ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്ത് അത് അനലൈസ് ചെയ്തിട്ട് ഇൻഫോർമേഷൻ ആക്കിയിട്ട് അതെന്ത് ചെയ്യാണ് മാനേജേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഫോർ ടേക്കിംഗ് ബിസിനസ് ഡിസിഷൻസ്. ഓക്കെ, that is, it involves establishing objectives and gathering relevant information to obtain the answers to a business issue. Then വേറെ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബിസിനസ് റിസർച്ച് ഈസ് കണ്ടക്റ്റഡ് എയ്തർ വിത്തിൻ എ ഫേം ബൈ പ്രൈവറ്റ് റിസർച്ച് ഓർഗനൈസേഷൻ ആൻഡ് ട്രേഡ് അസോസിയേഷൻ ഓർ ഇൻ കോളേജ് ആൻഡ് യൂണിവേഴ്സിറ്റീസ്. അപ്പോൾ നമുക്ക് ബിസിനസ് റിസർച്ച് എങ്ങനെയൊക്കെ കണ്ടക്ട് ചെയ്യാം, ഒന്നെങ്കിൽ ഒരു പ്രൈവറ്റ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ സഹായത്തോടു കൂടി, അല്ലെങ്കിൽ ട്രേഡ് അസോസിയേഷൻ, അല്ലെങ്കിൽ കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ബിസിനസ് റിസർച്ച് കണ്ടക്ട് ചെയ്യാം. ഓക്കെ, then next, definition of business research, that is according to McDaniel and Gates, business research is the planning, collection and analysis of data relevant to business decision making and communication of the result of this analysis to management. അപ്പോൾ അക്കോർഡിംഗ് ടു മെക്ഡാനിയൽ ആൻഡ് ഗേറ്റ്സിൻ്റെ അഭിപ്രായ പ്രകാരം ബിസിനസ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി പ്ലാനിങ്, കളക്ഷൻ ആൻഡ് അനലൈസിസ് ഓഫ് ഡാറ്റ. അപ്പോൾ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യാണ്, പ്ലാൻ ചെയ്യാണ്. ഡാറ്റ പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഏത് സോഴ്സിൽ നിന്നാണ് ഡാറ്റ കളക്ട് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഡാറ്റ കളക്ട് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് ഡാറ്റ കളക്ട് ചെയ്യേണ്ടത്, ഏത് തരം ഡാറ്റയാണ് കളക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യുക. അതനുസരിച്ച് നമ്മൾ ഡാറ്റ കളക്ഷൻ നടത്തിയിട്ട് ആ ഡാറ്റേനെ നമ്മൾ അനലൈസ് ചെയ്യാണ്. ഡിഫറെൻറ്റ് മെത്തേഡ്സും ടെക്നിക്സും ഒക്കെ വെച്ചിട്ട് അനലൈസ് ചെയ്യുക, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് അല്ലെങ്കിൽ ടെക്നിക്സ് ഒക്കെ വെച്ച് അനലൈസ് ചെയ്യുക. ദെൻ ആഫ്റ്റർ ദാറ്റ് അത് നമ്മൾ എന്ത് ചെയ്യാണ്, ആ റിസൾട്ട് മാനേജ്മെൻറ്റിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ടു ടേക്ക് റെലവൻറ്റ് ബിസിനസ് ഡിസിഷൻ മേക്കിംഗ്. അത് റെലവൻറ്റ് ബിസിനസ് ഡിസിഷൻ, അതായത് ദാറ്റ് ഈസ് ടു ടേക്ക് റെലവൻറ്റ് ബിസിനസ് ഡിസിഷൻ. അപ്പോൾ ഡിസിഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്, ബിസിനസ് ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്, അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫർമേഷൻ അതത് മാനേജ്മെൻറ്റിന് അതിൻ്റെ റിസൾട്ട് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബിസിനസ് റിസർച്ച് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു മെക്ഡാനിയൽ ആൻഡ് ഗേറ്റ്സ്. Then next, features of business research. ബിസിനസ് റിസർച്ചിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഫസ്റ്റ് ഫീച്ചർ, ഇറ്റ് ഹെൽപ്സ് മാനേജർ ടു ടേക്ക് ഡിസിഷൻസ്, ദാറ്റ് ഈസ് ടു ടേക്ക് ബിസിനസ് ഡിസിഷൻ. ബിസിനസ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് മാനേജേഴ്സിനെ ബിസിനസ് റിസർച്ച് സഹായിക്കും. എങ്ങനെയാണ് സഹായിക്കുന്നത്, ദാറ്റ് ഈസ് ബിസിനസ് റിസർച്ച് ഹെൽപ്സ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു ദി മാനേജേഴ്സ് ഫോർ ടേക്കിംഗ് ബിസിനസ് ഡിസിഷൻസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ഇറ്റ് ഈസ് സിസ്റ്റമാറ്റിക് ആൻഡ് ഒബ്ജക്റ്റീവ് പർപ്പസ്. ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണ്. സിസ്റ്റമാറ്റിക് എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഓർഡർ അതിനുണ്ടാവും, അതായത് ഒരു പ്രത്യേക ഓർഡറിൽ ഒരു പ്രത്യേക രീതിയിലായിരിക്കും, സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും. അതായത് നമ്മൾ പ്രീ പ്ലാൻഡ് ആയിരിക്കും, കാര്യങ്ങൾ എന്തൊക്കെ എപ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ മുൻകൂട്ടി തീരുമാനിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ബിസിനസ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ് ഓറിയൻറ്റഡ് ആയിരിക്കും, അതിനൊരു ലക്ഷ്യം ഉണ്ടായിരിക്കും. ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണുക എന്നുള്ളതായിരിക്കാം അതിൻ്റെ ലക്ഷ്യം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റീവ് ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. ബിസിനസ് റിസർച്ച് ഈസ് മൾട്ടി ഡിസിപ്ലിനറി. അപ്പം ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത് എന്താണ്, മൾട്ടി ഡിസിപ്ലിനറി ആണ്. ഡിഫറെൻറ്റ് സബ്ജക്ട്സ് അതിൽ ഇൻവോൾവഡ് ആണ്. ലൈക്ക് ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഇതിൽ ഇൻവോൾവഡ് ആണ്, അതേപോലെ തന്നെ എക്കണോമിക് അനലൈസിസ് ഇൻവോൾവഡ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് എന്തെന്ന് പറയുന്നത്, ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് കവേഴ്സ് ഓൾ ദി റീജിയൻ ഓൺ വിച്ച് ദി ബിസിനസ് ഓപ്പറേറ്റ്സ്. അപ്പോൾ ബിസിനസ് ഏതൊക്കെ റീജിയനിലാണോ ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ മേഖലയിലാണോ ഓപ്പറേറ്റ് ചെയ്യുന്നത്, അപ്പോൾ ആ ഏരിയയിലൊക്കെ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്, ബിസിനസ് റിസർച്ച് അപ്ലൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ലോക്കലി ആൻഡ് ഇൻ്റർനാഷണലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ് റിസർച്ച് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പുതിയ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും പുതിയൊരു പ്രൊഡക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനും എല്ലാം നമ്മൾ എന്താണ്, ത്രൂ റിസർച്ചിലൂടെയാണ്. ഇപ്പോൾ ഒരു മാർക്കറ്റ് സ്ട്രാറ്റജി ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം, റിസർച്ച് വേണം. അപ്പോൾ ലോക്കലി ആൻഡ് ഇൻ്റർനാഷണലി നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്, ബിസിനസ് റിസർച്ച് ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ഹെൽപ്സ് ടു ജഡ്ജ് ലോക്കൽ പ്രോബ്ലംസ് ഓഫ് ദി എൻവയോൺമെൻറ്റ്. ഒരു എൻവയോൺമെൻറ്റിൻ്റെ ലോക്കൽ പ്രോബ്ലംസ് വരെ ജഡ്ജ് ചെയ്യാൻ എന്ത് സഹായിക്കും, ബിസിനസ് റിസർച്ച് ഹെൽപ്പ് ചെയ്യും. ദെൻ ഇറ്റ് ആക്യുറേറ്റ്ലി ഡിറ്റർമിൻ ദി കോസ്റ്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ബിസിനസ് ആൻഡ് ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ.
Then it focus on consumers and their influence, etc. Then it is done in environment in which conditions change rapidly. Okay, so that is the features of business research. Next is purpose or objectives of business research. എന്താണ് ബിസിനസ് റിസർച്ചിൻ്റെ പർപ്പസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്നുള്ളത്? ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ടു എൻഷുർ ഫ്യൂച്ചർ സക്സസ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബിസിനസ് റിസർച്ച് അപ്ലൈ ചെയ്യുന്നുണ്ട്. ദെൻ ടു ഡിറ്റർമിൻ ദി പ്ലെയേഴ്സ് ഇൻ ദി സെലക്റ്റഡ് ഫീൽഡ്, അതായത് ജോബ് മാർക്കറ്റിൽ പ്ലെയേഴ്സിനെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടു ഹെൽപ്പ് ദി മാനേജർ ടു ഐഡൻറ്റിഫൈ ആൻഡ് സോൾവ് സ്മോൾ പ്രോബ്ലംസ്, ചെറിയ ചെറിയ ബിസിനസ് പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യാനും അത് സോൾവ് ചെയ്യാനും ബിസിനസ് റിസർച്ച് മാനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യും. ഇറ്റ് ഷുഡ് ബി സോൾവ്ഡ് ബൈ ടേക്കിംഗ് എ റൈറ്റ് ഡിസിഷൻ ത്രൂ സിസ്റ്റമാറ്റിക് ഓർ സ്റ്റെപ്പ് അപ്രോച്ച്. അപ്പോൾ സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ സ്റ്റെപ്പ് അപ്രോച്ച്, ദാറ്റ് ഈസ് ബിസിനസ് റിസർച്ച് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ചെറിയ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും റൈറ്റ് ഡിസിഷൻസ് എടുക്കാനൊക്കെ സഹായിക്കും. ദെൻ ടു പ്രൊമോട്ട് ബിസിനസ് ഇൻ ആൻ എക്കണോമിക്കലി സൗണ്ട് മാനർ. ദെൻ നെക്സ്റ്റ് ടു ഗ്യാദർ റെലവൻറ്റ് ഇൻഫോർമേഷൻ ഫോർ സ്മൂത്ത് കണ്ടക്ട് ഓഫ് ബിസിനസ്. നല്ല രീതിയിൽ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് ഇൻഫോർമേഷൻ കണ്ടെത്താനും അതോടൊപ്പം തന്നെ ഒരു എക്കണോമിക്കലായിട്ട് കൂടുതൽ മുന്നേറ്റം അല്ലെങ്കിൽ എക്കണോമിക്കലായിട്ട് ഇൻക്രീസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ബിസിനസ് റിസർച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു സേവ് ടൈം ആൻഡ് കോസ്റ്റ്, ദാറ്റ് ഈസ് ഇറ്റ് ക്യാൻ ബി ഡൺ ത്രൂ കണ്ടക്ടിങ് ഇൻറ്റേർണൽ റിസർച്ച് നടത്തിയിട്ട് നമുക്ക് ടൈമും കോസ്റ്റും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ദെൻ ബിസിനസ് റിസർച്ച് ഫെസിലിറ്റേറ്റ് മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. അതാണ് മെയിൻ പർപ്പസ് ഓഫ് ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഹെൽപ്സ് ടു ഫെസിലിറ്റേറ്റ് മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. അപ്പോൾ മാനേജേഴ്സിന് അവരുടെ ഡിസിഷൻ മേക്കിംഗ് കൂടുതൽ സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നല്ല ഡിസിഷൻസ് എടുക്കാനൊക്കെ റെലവൻറ്റ് ഡാറ്റയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ത്രൂ ബിസിനസ് റിസർച്ച് ആണ്. ഓക്കെ, വൺ ഓഫ് ദി മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ബിസിനസ് റിസർച്ച് ഈസ് ടു ഫെസിലിറ്റേറ്റ് ദി മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് ഫോർ ഓൾ ആസ്പെക്ട് ഓഫ് ബിസിനസ് such as finance, marketing, personnel, etc. Okay. Then next, according to Donald R. Cooper, അതേപോലെ തന്നെ പമീല എസ് ഷിൻഡലിൻ്റെ ഒക്കെ അഭിപ്രായത്തിൽ എന്താണ് ബിസിനസ് റിസർച്ചിൻ്റെ പർപ്പസ് എന്നുള്ളതാണ്. ഫസ്റ്റ് പർപ്പസ് പറയുന്നത് ടു ഐഡൻറ്റിഫൈ ആൻഡ് ഡിഫൈൻ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പ്രോബ്ലംസ്. ഓപ്പർച്യൂണിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യാനും പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യാനും അത് ഡിഫൈൻ ചെയ്യാനൊക്കെ ബിസിനസ് റിസർച്ച് ഹെൽപ്പ് ചെയ്യും. ദെൻ ടു ഡിഫൈൻ മോണിറ്റർ ആൻഡ് റിഫൈൻ സ്ട്രാറ്റജീസ് ഡിഫൈൻ ചെയ്യാനും അത് മോണിറ്റർ ചെയ്യാനൊക്കെ എന്ത് സഹായിക്കുന്നുണ്ട്, ബിസിനസ് റിസർച്ച് സഹായിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഓൾസോ helps to define, monitor and refine tactics, and it also helps to improve our understanding of various fields of management. Okay, the next is scope or areas of business research. Scope of business research or area of business research, that is the application of business research in different field. അപ്പോൾ സ്കോപ്പ് or area of business research എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ application of business research ആണ് in different field. Okay, that is scope of business research means the various fields where research is applied. ഏതൊക്കെ ഫീൽഡിലാണോ നമ്മൾ റിസർച്ച് അപ്ലൈ ചെയ്യുന്നത് അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ സ്കോപ്പ് അല്ലെങ്കിൽ ഏരിയ ഓഫ് ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത്. സോ ദി അപ്ലിക്കേഷൻ ഓഫ് ബിസിനസ് റിസർച്ച് ഇൻ ഡിഫറെൻറ്റ് ഫീൽഡ്സ് ഓർ ഏരിയ ഈസ് നോൺ ആസ് ദി സ്കോപ്പ് ഓഫ് ബിസിനസ് റിസർച്ച്. Okay, then business research is a broad term which covers many areas. That is the first area is market research. അപ്പോൾ ബിസിനസ് റിസർച്ച് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഇപ്പോൾ ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഒരു ബിസിനസ്സിൽ ഇൻവോൾവഡ് ആണ്. ഇപ്പോൾ ലൈക്ക് മാർക്കറ്റിംഗ്, അതേപോലെ തന്നെ പർച്ചേസിങ്, ദെൻ ഫിനാൻസിങ്, അതുപോലെ തന്നെ HR, ഓക്കെ, അതുപോലെ തന്നെ ഓപ്പറേഷൻസ്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഒരു ബിസിനസ്സിൽ എന്തുണ്ട്, ഇൻവോൾവ്ഡ് ആണ്. അപ്പോൾ ഈ ഫങ്ഷൻസിൽ, അതായത് ഈ സബ്സിസ്റ്റത്തിലെല്ലാം നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്, റിസർച്ച് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യണു, റിസർച്ച് അപ്ലൈ ചെയ്യണു, മാർക്കറ്റ് റിസർച്ച് നടത്തണു, പുതിയ മാർക്കറ്റ് സ്ട്രാറ്റജി ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അതേപോലെ പർച്ചേസിലായിക്കോട്ടെ, ഫിനാൻസിലായിക്കോട്ടെ, HR ഇനി ഓപ്പറേഷൻസിലായിക്കോട്ടെ, സെയിൽസിലായിക്കോട്ടെ, എല്ലാം നമ്മൾ എന്ത് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സ്കോപ്പ് ഓഫ് ബിസിനസ് റിസർച്ച് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതിലെ ഫസ്റ്റ് സ്കോപ്പാണ് മാർക്കറ്റ് റിസർച്ച്, ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മാർക്കറ്റിംഗ് റിസർച്ച്. അപ്പോൾ മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മാർക്കറ്റിലെ പ്രോബ്ലംസ്, അതായത് മാർക്കറ്റ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ മാർക്കറ്റ് റിലേറ്റഡ് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ റിസർച്ചിൻ്റെ ടെക്നിക്സ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതായത് മാർക്കറ്റ് റിസർച്ച് ഈസ് ദി process of gathering, recording and analysis of information related to market situation or market problems. അപ്പോൾ മാർക്കറ്റിലുള്ള പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിന് സൊല്യൂഷൻ കാണാനും, അല്ലെങ്കിൽ മാർക്കറ്റ് സിറ്റുവേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനും അതിന് സൊല്യൂഷൻ കാണാനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡാറ്റ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ അത് ഗ്യാദർ ചെയ്യുക. ഗ്യാദറിങ് മീൻസ് അത് കളക്ട് ചെയ്യുക, അതോടൊപ്പം തന്നെ അത് റെക്കോർഡ് ചെയ്യുക, അത് അനലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മാർക്കറ്റിംഗ് റിസർച്ച് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റ് റിസർച്ച് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിലുള്ള ഇഷ്യൂസ് അതിന് സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് റിസർച്ചിൻ്റെ ടെക്നിക്സ് ആയിട്ടുള്ള കളക്ഷൻ ഓഫ് ഡാറ്റ, റെക്കോർഡിംഗ് ഓഫ് ഡാറ്റ, അനലൈസിസ് ഓഫ് ഡാറ്റ അപ്ലൈ ചെയ്തിട്ട് ഇൻഫോർമേഷനൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ബെറ്റർ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മാർക്കറ്റ് റിസർച്ച് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ് ഡീൽസ് വിത്ത് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ മാർക്കറ്റ് റിസർച്ച് അല്ലെങ്കിൽ മാർക്കറ്റ് റിസർച്ചിൽ വരുന്ന കാര്യങ്ങളാണ്. ഒന്ന് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, മാർക്കറ്റിംഗ് പോളിസീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൺസ്യൂമർ ബിഹേവിയറിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അഡ്വർടൈസിങ്ങിനെ ബേസ് ചെയ്തിട്ട് നോക്കാൻ വേണ്ടിയിട്ട്. അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയയാണ് റിസർച്ചിനെ സംബന്ധിച്ച്. ദാറ്റ് ഈസ് അഡ്വർടൈസിംഗ് റിസർച്ച് ഒരു സെപ്പറേറ്റ് ഏരിയയാണ്. ഓക്കെ. ദെൻ അതേപോലെ തന്നെ സെയിൽസ് പ്രൊമോഷൻ, സെയിൽസ് മാനേജ്മെൻറ്റ്, ആഫ്റ്റർ സെയിൽസ് സർവീസ്. അപ്പോൾ ഇതിനൊക്കെ ഏതിൽ ഡീൽ ചെയ്യുന്നുണ്ട്, മാർക്കറ്റ് റിസർച്ചിൽ ഡീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് മാർക്കറ്റ് പൊട്ടൻഷ്യൽ, സെയിൽസ് ഫോർകാസ്റ്റിംഗ്, മാർക്കറ്റ് സർവേ, മാർക്കറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റംസ് എക്സെട്ര. ഓക്കെ. ദെൻ സെക്കൻഡ് സ്കോപ്പാണ് പ്രൊഡക്റ്റ് റിസർച്ച്, ഓർ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചറിങ് റിസർച്ച്. അപ്പോൾ ഈ റിസർച്ചിൽ, അതായത് പ്രൊഡക്റ്റ് റിസർച്ചിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മെറ്റീരിയൽസ് ആൻഡ് എക്യുപ്മെൻറ്റ്സിനെയാണ്. അപ്പോൾ മെറ്റീരിയൽസിനെ കുറിച്ചിട്ടും എക്യുപ്മെൻറ്റ്സിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ റിസർച്ച് നടത്തിയിട്ട് പുതിയ മെറ്റീരിയൽസിനെ ബേസ് ചെയ്തിട്ട് ഡാറ്റ കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ പുതിയ എക്യുപ്മെൻറ്റ്സിനെ ബേസ് ചെയ്തിട്ട് പഠിക്കുക, അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും പഠിക്കുക, കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ് അനലൈസിസ് ഒക്കെ നടത്തുക. ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്, പ്രൊഡക്റ്റ് റിസർച്ച് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചറിങ് റിസർച്ചിൽ വരുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ബെറ്റർ വേസിൽ, പുതിയ രീതിയിൽ അല്ലെങ്കിൽ ബെറ്റർ വേസിൽ എങ്ങനെ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണം, പുതിയ ടെക്നോളജീസ് ഇൻവെൻറ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഗുഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക ബൈ റെഡ്യൂസിങ്, ദാറ്റ് ഈസ് ത്രൂ റെഡ്യൂസിങ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്തിട്ട് ഗുഡ് ക്വാളിറ്റി പ്രൊഡക്റ്റൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുക. ഇതൊക്കെ എങ്ങനെയാണ് എന്ന് ഏതിലൂടെയാണ് നമ്മൾ കണ്ടെത്തുന്നത്, റിസർച്ചിലൂടെയാണ് കണ്ടെത്തുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഈസ് അഡ്വർടൈസിങ് റിസർച്ച്. ഞാൻ പറഞ്ഞു അഡ്വർടൈസിങ് റിസർച്ച് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയയാണ് ഇൻ ദി കേസ് ഓഫ് എ ബിസിനസ് റിസർച്ച്. ഇപ്പോൾ ബിസിനസ് റിസർച്ചിലെ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയയാണ് മാർക്കറ്റിംഗ് റിസർച്ച് അല്ലെങ്കിൽ മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത്. ഈ മാർക്കറ്റിംഗ് റിസർച്ചിൻ്റെ ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത്, അഡ്വർടൈസിങ് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അഡ്വർടൈസർ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ സ്പെഷ്യലൈസ്ഡ് ഫോം ഓഫ് മാർക്കറ്റ് റിസർച്ച് ഓർ മാർക്കറ്റിംഗ് റിസർച്ച്. അതായത് അഡ്വർടൈസിങ്ങിൻ്റെ എഫക്റ്റീവ്നെസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതാണ് എന്ത്, അഡ്വർടൈസിങ് റിസർച്ച് എന്ന് പറയുന്നത്. അതായത് അഡ്വർടൈസ്മെൻറ്റിൽ പുതിയ ടെക്നോളജീസിനെ അല്ലെങ്കിൽ പുതിയ സ്ട്രാറ്റജീസിനെയൊക്കെ കുറിച്ചിട്ട് മനസ്സിലാക്കാനും അല്ലെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാനും, അതേപോലെ തന്നെ ഒരു അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രീ ടെസ്റ്റിങ്ങും പോസ്റ്റ് ടെസ്റ്റിങ്ങും. പ്രീ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ടെസ്റ്റും, പോസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോഡ്കാസ്റ്റ് ചെയ്തതിന് ശേഷം ആ അഡ്വർടൈസ്മെൻറ്റിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാനൊക്കെ വേണ്ടി, അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റ്, അതേപോലെ തന്നെ സെയിൽസ് എഫക്റ്റ് ഒക്കെ എത്രത്തോളം ഉണ്ടെന്ന് അനലൈസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് റിസർച്ചിൻ്റെ മെത്തേഡ്സും ടെക്നിക്സും ഒക്കെ അപ്ലൈ ചെയ്യുന്നതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അഡ്വർടൈസിങ് റിസർച്ച് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. സോ ദാറ്റ് ഈസ് ദി അഡ്വർടൈസിങ് റിസർച്ച്. ഒരു വൈഡ് ഏരിയയാണ്, മാർക്കറ്റ് റിസർച്ചിൽ ഒരു വൈഡ് ഏരിയയാണ് ഏത് വരുന്നത്, അഡ്വർടൈസിങ് റിസർച്ച് വരുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് മാനേജ്മെൻറ്റ് റിസർച്ച്. മാനേജ്മെൻറ്റ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ്, അതായത് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, കമ്മ്യൂണിക്കേഷൻ, കോർഡിനേഷൻ, മോട്ടിവേഷൻ, കൺട്രോളിങ്, ഈ ഫങ്ഷൻസൊക്കെ ബെറ്റർ ആയിട്ട് തന്നെയാണോ പെർഫോം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മാനേജ്മെൻറ്റ് റിസർച്ച് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ
മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ഇപ്പോൾ പ്ലാനിങ് നമ്മൾ പ്ലാനിങ്ങിലുള്ള പുതിയ കാര്യങ്ങളെക്കുറിച്ച് ഐഡൻറ്റിഫൈ ചെയ്യാനും അതേപോലെ മറ്റ് കാര്യങ്ങളെ കുറിച്ചിട്ട് ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ പുതിയ കമ്മ്യൂണിക്കേഷൻ വേസിനെ ബേസ് ചെയ്തിട്ട് ട്രെൻഡ് അതേപോലെ തന്നെ സ്ട്രാറ്റജി ഏതൊക്കെയാണ് മോട്ടിവേഷൻ സ്ട്രാറ്റജീസ് ഏതൊക്കെയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കൺട്രോൾ ചെയ്യാനുള്ള മെത്തേഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക റിസർച്ച് അപ്ലൈ ചെയ്യുന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാനേജ്മെൻറ്റ് റിസർച്ച് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് അക്കൗണ്ടിങ് റിസർച്ച്. അക്കൗണ്ടിങ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻവെൻട്രി വാലുവേഷൻ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ് ഇപ്പോൾ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കോർപ്പറേറ്റ് റിപ്പോർട്ടിംഗ് ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതാണ് അക്കൗണ്ടിങ് റിസർച്ച് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിലൊക്കെ വരുന്ന പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട്. ദെൻ നെക്സ്റ്റ് ഈസ് ഫിനാൻസ്. ഫിനാൻസിൽ എങ്ങനെയാണ് റിസർച്ച് എന്നുള്ളത് ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് റിസർച്ചാണ്. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ നമ്മൾ പുതിയ ഫിനാൻഷ്യൽ സ്ട്രക്ചറിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാനും ഫണ്ട് റേസ് ചെയ്യുന്ന രീതി അതോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ ലിവറേജസ് അതിൻ്റെ ഇമ്പാക്റ്റ് ഓൺ പ്രൊഫിറ്റബിലിറ്റി ഫിനാൻഷ്യൽ ലിവറേജസിനെ കുറിച്ച് മനസ്സിലാക്കാൻ അതിൻ്റെ ഇമ്പാക്റ്റ് പ്രൊഫിറ്റബിലിറ്റിയിൽ അതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയുണ്ട് അപ്പോൾ ഇതൊക്കെ അനലൈസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യും റിസർച്ച് ഇൻ ഫിനാൻസ് ഹെൽപ്പ് ചെയ്യും ഓർ ഇൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യും. ഇതിൽ ദാറ്റ് ഈസ് ദിസ് ഇൻക്ലൂഡ്സ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫിനാൻസിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, so these are the different scope or areas of business research or different fields where research is applied. That is, first one is market research or marketing research, second one product research or production or manufacturing research, third one advertising research, next management research, next accounting research, and the last one is finance or financial management research. The next one is role of business research in decision making. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിൽ ബിസിനസ് റിസർച്ചിൻ്റെ റോൾ എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിൽ ബിസിനസ് റിസർച്ചിൻ്റെ റോൾ എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് റോള് അതായത് ഒരു വൈറ്റൽ റോൾ തന്നെ റിസർച്ച് പെർഫോം ചെയ്യുന്നുണ്ട് ഇൻ ബിസിനസ് ഡിസിഷൻ മേക്കിംഗ്. ദാറ്റ് ഈസ് ദി മെയിൻ പർപ്പസ് ഓഫ് ബിസിനസ് റിസർച്ച് ഈസ് ടു ഹെൽപ്പ് ദി മാനേജ്മെൻറ്റ് ടു ടേക്ക് കറക്റ്റ് ഡിസിഷൻസ് അറ്റ് ദി കറക്റ്റ് ടൈം ദാറ്റ് ഈസ് ദി പ്രോപ്പർ ടൈം. അപ്പോൾ പ്രോപ്പർ ടൈമിൽ കറക്റ്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് മാനേജേഴ്സിന് വേണ്ട ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ബിസിനസ് റിസർച്ചിൻ്റെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ് റിസർച്ച് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് മാനേജ്മെൻറ്റ് ആക്ടിവിറ്റി ദാറ്റ് ഹെൽപ്സ് ദി കമ്പനീസ് ടു ഡിറ്റർമിൻ വിച്ച് പ്രൊഡക്റ്റ് വിൽ ബി മോസ്റ്റ് പ്രൊഫിറ്റബിൾ ഫോർ കമ്പനീസ് ടു പ്രൊഡ്യൂസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ ഏതാണ് എടുക്കുന്നത് ബിസിനസ് റിസർച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് മാനേജ്മെൻറ്റ് ആക്ടിവിറ്റിയാണ്. അത് കമ്പനീനെ ഹെൽപ്പ് ചെയ്യും എന്തിനു വേണ്ടിയിട്ട് ടു ഡിറ്റർമിൻ വിച്ച് പ്രൊഡക്ട്സ് വിൽ ബി മോസ്റ്റ് പ്രൊഫിറ്റബിൾ ഫോർ കമ്പനീസ് ടു പ്രൊഡ്യൂസ്. ഏത് പ്രൊഡക്റ്റാണ് കമ്പനിക്ക് ഏറ്റവും കൂടുതൽ പ്രൊഫിറ്റബിൾ ആയിട്ടുള്ളത് പ്രൊഡ്യൂസ് ചെയ്താൽ ഏത് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്താലാണ് കമ്പനിക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ലഭിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇതുപോലുള്ള ഒരുപാട് വൈറ്റൽ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനൊക്കെ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ബിസിനസ് റിസർച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് പെർഫോംസ് എ വൈറ്റൽ റോൾ ഇൻ ദി ഫീൽഡ് ഓഫ് ബിസിനസ് ബിക്കോസ് ഇറ്റ് helps to provide information to the management for decision making. Okay, ബിസിനസ് റിസർച്ച് ഒരു വൈഡ് ഏരിയ തന്നെ ബിസിനസ്സിൽ കവർ ചെയ്യുന്നുണ്ട് സജസ് ഫിനാൻസിൽ മാർക്കറ്റിംഗ് പ്രൊഡക്ഷൻ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷനും. അതായത് ഇപ്പോൾ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് പുതിയ സ്ട്രാറ്റജീസ് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ പുതിയൊരു സ്ട്രാറ്റജി കണ്ടെത്തണം, അതേപോലെ തന്നെ പുതിയ ഒരു ടെക്നോളജി നമുക്ക് കണ്ടെത്തണം, പുതിയ കമ്മ്യൂണിക്കേഷൻ വേ നമുക്ക് കണ്ടെത്തണം, അഡ്വർടൈസിങ് കണ്ടെത്തണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസിന് സൊല്യൂഷനാണ് എന്തെന്ന് പറയുന്നത് ബിസിനസ് റിസർച്ചിലൂടെ നമ്മൾ അനലൈസ് ചെയ്ത് കണ്ടെത്തുന്നത്. ഓക്കെ, ദെൻ ഫോർ ഡിസിഷൻ മേക്കിംഗ് പർപ്പസ് ദി ഫോളോയിങ് അനലൈസിസ് ആർ ടു ബി കണ്ടക്റ്റഡ് ബൈ ബിസിനസ്. ഇപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിന് ഇത്രയും അനലൈസിസ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് പ്രൊഡക്റ്റ് അനലൈസിസ്, സെക്കൻഡ് വൺ മാർക്കറ്റ് അനലൈസിസ്, നെക്സ്റ്റ് ഫിനാൻഷ്യൽ അനലൈസിസ്, ഗ്രോത്ത് അനലൈസിസ്, കോമ്പറ്റീറ്റർ അനലൈസിസ്. അപ്പോൾ ഈ അനലൈസിസ് ഒക്കെ കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം ബിസിനസ് റിസർച്ച് അപ്ലൈ ചെയ്യണം. അതായത് ഈ അനലൈസിസ് ഒക്കെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിസർച്ചിൻ്റെ
ടെക്നിക്സ്, റിസർച്ചിൻ്റെ മെത്തേഡ്സ് അല്ലെങ്കിൽ ടെക്നിക്സ് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് അനലൈസിസും മാർക്കറ്റ് അനലൈസിസും ഫിനാൻഷ്യൽ അനലൈസിസും അതോടൊപ്പം തന്നെ ഗ്രോത്ത് ആൻഡ് കോമ്പറ്റീറ്റർ അനലൈസിസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. സോ അതാണ് റോൾ ഓഫ് ബിസിനസ് റിസർച്ച് ഇൻ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെലവൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നത്. ഓക്കെ, സോ അതിൽ ഫസ്റ്റ് വണ്ണാണ് പ്രൊഡക്റ്റ് അനലൈസിസ്. അപ്പോൾ പ്രൊഡക്റ്റ് അനലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഇൻഫോർമേഷനും അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പ്രൊഡക്റ്റ് അനലൈസിസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദി അനലൈസിസ് ഓഫ് ഓൾ ഇൻഫോർമേഷൻ ഓർ ഏരിയ റിലേറ്റഡ് ടു എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ്. അതായത് ആൻഡ് ഇറ്റ് ഈസ് ഡൺ ത്രൂ കണ്ടക്ടിങ് പ്രൊഡക്റ്റ് റിസർച്ച്. അപ്പം പ്രൊഡക്റ്റ് റിസർച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഇൻഫോർമേഷനും കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് ഈസ് ഇറ്റ് ഹാപ്സ് ടു ഫൈൻഡ് ഔട്ട് ആൻ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് ദാറ്റ് ക്യാൻ ബി ഇംപ്രൂവ്ഡ്. ഇപ്പം നമുക്ക് ഒരു എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് അത് ഇമ്പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ അതിൽ ഡിമാൻഡ് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതൊന്നും കൂടിയും പ്രൊഡക്റ്റ് മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്യണം, അത് ഇമ്പ്രൂവ് ചെയ്തിട്ട് നമ്മൾ മാർക്കറ്റിൽ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ഡിമാൻഡ് ഉണ്ടാക്കിയെടുക്കണം, വളർത്തിയെടുക്കണം. സോ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കണ്ടക്ട് ചെയ്യും, പ്രൊഡക്റ്റ് അനലൈസിസ് കണ്ടക്ട് ചെയ്യും. അതേപോലെ തന്നെ നമുക്കിപ്പോൾ കൺസ്യൂമർ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ പ്രൊഡക്ട്സ് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതാണ് എന്ത്, പ്രൊഡക്റ്റ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെയാണ് നമ്മൾ എന്ത് അനലൈസ് ചെയ്യുന്നത്, പ്രൊഡക്റ്റ് അനാലിസിസ് നടത്തുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് മാർക്കറ്റ് അനലൈസിസ്. മാർക്കറ്റ് അനലൈസിസ് കണ്ടക്ട് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ടു ഡിറ്റർമിൻ ഹൗ മച്ച് പ്രോഫിറ്റ് മേ ബി ഏൺ ഫ്രം കറൻറ്റ് ഡിമാൻഡ്. ഒരു പ്രൊഡക്റ്റിൻ്റെ കറൻറ്റ് ഡിമാൻഡിൽ നിന്ന് എത്ര പ്രോഫിറ്റ് നമ്മൾ ഏൺ ചെയ്യും, അല്ലെങ്കിൽ എത്ര പ്രോഫിറ്റാണ് ഏൺ ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് കണ്ടക്ട് ചെയ്യുന്നത്, മാർക്കറ്റ് അനലൈസിസ് നടത്തുന്നത്. അപ്പോൾ മാർക്കറ്റ് അനലൈസിസ് നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ടു ഡിറ്റർമിൻ ഹൗ മച്ച് പ്രോഫിറ്റ് മേ ബി ഏൺ ഫ്രം കറൻറ്റ് ഡിമാൻഡ്. ദെൻ മാർക്കറ്റ് അനലൈസിസ് ഈസ് ഡൺ ത്രൂ മാർക്കറ്റ് റിസർച്ച്. മാർക്കറ്റ് അനലൈസിസ് നടത്തുന്നത് മാർക്കറ്റ് റിസർച്ചിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ്. അപ്പോൾ മാർക്കറ്റ് റിസർച്ച് നടത്തിയിട്ട് കറൻറ്റ് ഒരു പ്രൊഡക്റ്റിൻ്റെ, അതായത് കറൻറ്റ് ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എത്ര പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുമെന്ന് അനലൈസ് ചെയ്യുന്നതാണ് മാർക്കറ്റ് അനലൈസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പ്രൊഡക്റ്റ് അനലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഇൻഫോർമേഷൻ നമ്മൾ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് പ്രൊഡക്റ്റ് അനലൈസിസ്. ദാറ്റ് ഈസ് ത്രൂ കണ്ടക്ടിങ് പ്രൊഡക്റ്റ് റിസർച്ച്. ഓക്കെ, അപ്പോൾ അതിലൂടെ നമുക്കൊരു പ്രൊഡക്റ്റ് ഇംപ്രൂവ് ചെയ്യണോ അല്ലെങ്കിൽ പുതിയ പ്രൊഡക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യണോ എന്നൊക്കെ ഉള്ളത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഗ്രോത്ത് അനലൈസിസ്. ഗ്രോത്ത് അനലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ ഗ്രോത്ത് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഗ്രോത്ത് അനലൈസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഹെൽപ്സ് ടു ഫോർകാസ്റ്റ് ദി ഗ്രോത്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദി കറൻറ്റ് ഇൻഡസ്ട്രി ഓർ മാർക്കറ്റ്. കറൻറ്റ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ മാർക്കറ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഗ്രോത്ത് എത്രത്തോളം ഉണ്ടെന്ന് ഫോർകാസ്റ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മളിനിപ്പോൾ ഗ്രോത്ത് ഇല്ലെങ്കിൽ അതെങ്ങനെ നമ്മൾ ഗ്രോത്ത് ഉണ്ടാക്കണം, അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ ഡയറക്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഗ്രോത്ത് അനലൈസ് ചെയ്യുന്നതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഗ്രോത്ത് അനലൈസിസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗ്രോത്ത് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ഹെൽപ്പ് ദി മാനേജ്മെൻറ്റ് ടു ഫോർകാസ്റ്റ്, ടു പ്ലാൻ ആൻഡ് ടു പ്രിപ്പയർ ബഡ്ജറ്റ്സ്. ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനും പുതിയ പ്ലാൻ പ്രിപ്പയർ ചെയ്യാനും നമുക്കൊന്നും കൂടെ ഫോർകാസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ദെൻ നെക്സ്റ്റ് ഈസ് കോമ്പറ്റീറ്റർ അനലൈസിസ് ആണ്. നെക്സ്റ്റ് റോൾ ഓഫ് ബിസിനസ് റിസർച്ച് ഇൻ ഡിസിഷൻ മേക്കിംഗ്, ദാറ്റ് ഈസ് കോമ്പറ്റീറ്റർ അനലൈസിസ് ആണ്. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സിനെ നമ്മൾ അനലൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അവരുടെ കറൻറ്റ് കോമ്പറ്റീറ്റർ ആരാണ് എന്നുള്ളത് അനലൈസ് ചെയ്യുന്നതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, കോമ്പറ്റീറ്റർ അനലൈസിസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് അനലൈസിങ് ദി കറൻറ്റ് കോമ്പറ്റീറ്റേഴ്സ് ഓഫ് എ മാർക്കറ്റ്. ഒരു മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ കറൻറ്റ് കോമ്പറ്റീറ്റർ ആരാണ് എന്നുള്ളത് അനലൈസ് ചെയ്യുന്നതാണ് കോമ്പറ്റീറ്റർ അനലൈസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഹെൽപ്സ് ടു നോ വിച്ച് കമ്പനീസ് ഹാവ് ദി ബെസ്റ്റ് പ്രൊഡക്ഷൻ മെത്തേഡ്. അപ്പോൾ അതേപോലെ തന്നെ കസ്റ്റമർ ലോയാലിറ്റി എക്സെട്ര. അപ്പോൾ നമ്മൾ കോമ്പറ്റീറ്റേഴ്സിനെ അനലൈസ് ചെയ്യുമ്പോൾ ആ പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ കറൻറ്റ് കോമ്പറ്റീറ്ററിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അവർ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി ഏതാണ്, പ്രൊഡക്ഷൻ മെത്തേഡ് ഏതാണ്, അവരുടെ കസ്റ്റമർ ലോയാലിറ്റി എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അനലൈസ് ചെയ്യാനും അത് മനസ്സിലാക്കാനും വേണ്ടിയിട്ട് സഹായിക്കും. സോ ദാറ്റ് ഈസ് ദി കോമ്പറ്റീറ്റർ അനലൈസിസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ഈസ് ഫിനാൻഷ്യൽ അനലൈസിസ്. ഫിനാൻഷ്യൽ അനലൈസിസ് ആണ്.
അപ്പോൾ ഫിനാൻഷ്യൽ അനലൈസിസ് ഹെൽപ്സ് ടു ഡിറ്റർമിൻ ദി കോസ്റ്റ് ഓഫ് ഈച്ച് പ്രൊഡക്ഷൻ ഐറ്റം യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഐറ്റത്തിനും നമുക്ക് വരുന്ന കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യും? ഫിനാൻഷ്യൽ അനലൈസിസ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഫിനാൻഷ്യൽ അനലൈസിസ് നടത്തുമ്പോൾ നമുക്ക് മാനേജ്മെൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? വിൽ എക്സാമിൻ ദി കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റും ലേബറിൻ്റെ കോസ്റ്റും മാനുഫാക്ചറിങ് കോസ്റ്റും അതേപോലെ തന്നെ ഓവർ ഹെഡ് കോസ്റ്റും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? എത്രയാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനും അത് കൺട്രോൾ ചെയ്യാനും അത് റെഡ്യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ദാറ്റ് ഈസ് ദി ഫിനാൻഷ്യൽ analysis. So these are the role of business research in decision making. Role of business research in decision making, that is which involves product analysis, market analysis, then growth analysis, competitor analysis and financial analysis. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ബിസിനസ് റിസർച്ചിൻ്റെ മീനിങ്, അതിൻ്റെ ഡെഫിനിഷൻ, ദെൻ ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ്, അതോടൊപ്പം തന്നെ പർപ്പസ് ഓഫ് ബിസിനസ് റിസർച്ച്, ദെൻ സ്കോപ്പ് ഓർ ഏരിയാസ് ഓഫ് ബിസിനസ് റിസർച്ച് ആൻഡ് റോൾ ഓഫ് ബിസിനസ് റിസർച്ച് ഇൻ ഡിസിഷൻ മേക്കിംഗ്, ഇത്രയും കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. സോ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.